പറ്റില്ലല്ലോ. അവനെ എത്രയും വേഗം തൂക്കിക്കൊല്ലണമെന്നും പറഞ്ഞ് 2 തവണ വിധി പറഞ്ഞേക്കണതാണ്. അവനാണ് കൊലയാളി എന്നുള്ളതാണ് ഇവിടെ നീതിപീഠവും നമ്മുടെ ജഡ്ജി, അതുപോലെ തന്നെ അതിൽ പോലീസ് കേസ് അന്വേഷിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും വക്കീലന്മാരും എല്ലാവരും കേസ് വിധി എഴുതിയത്. പിന്നെ ഇപ്പോൾ ഒരു പ്രത്യേകമായിട്ട് ഇപ്പം ഈ പിടിയിൽ നിന്ന് തന്നെ ഒരു വിധി എഴുതാന്ന് പറഞ്ഞാൽ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം പറഞ്ഞാൽ എൻ്റെ കൊച്ചു തിന്ന വേദന അവൻ തിന്നണം എന്നാണ്. ഞാൻ അതിനു വേണ്ടി ഈ മഞ്ഞും വെയിലും കൊണ്ട് ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടത്. അവന് ഒരു കാരണവശാലും അവനെ പുറത്തു വിടാൻ പറ്റില്ല. അവനെ തൂക്കി തന്നെ കൊല്ലണം. ഇല്ലെങ്കിൽ ഈ നിയമം കയ്യിലെടുത്തിട്ടുള്ള എല്ലാവരെയും ശിക്ഷിക്കപ്പെടണവർ, ഈ ജുഡീഷ്യനും മജിസ്ട്രേറ്റും പോലീസും ആരൊക്കെ ഇതിൽ ഉൾക്കൊണ്ട് ഇത് സത്യസന്ധമാണെന്നും പറഞ്ഞ് ഈ കേസ് നടപ്പിലാക്കി അവന് വിധി പറഞ്ഞ് അവരും ഇതിൽ ശിക്ഷിക്കപ്പെടണം. കാരണം പറഞ്ഞാൽ ഇങ്ങനെ പാവപ്പെട്ട വീട്ടിലെ പെൺകൊച്ചുങ്ങളെയും തള്ളന്മാരെയും തീരെ കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നൊതുക്കിച്ചും ഈ കേസ് വെച്ച് കേസ് തെളിയിക്കാണ്ട് ഇങ്ങനെ പ്രതികളെ സംരക്ഷിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി തുടങ്ങിയിട്ട്. നമ്മുടെ ഗൾഫ് രാജ്യത്താണെങ്കിൽ അപ്പം തെറ്റ് ചെയ്ത് അപ്പം കൊല്ലുകയാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യ കേരളത്തിനകത്തും അത് കൊണ്ടുവരികയാണെങ്കിൽ ഒരാളെങ്കിലും ഒരു പെൺകൊച്ചിനെ ആയാലും ഒരു പെണ്ണിനെ ആയാലും ആരെ കൊന്നാൽ അപ്പം തന്നെ ഒരെണ്ണത്തിനെ കൊന്നു കളയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംഭവമേ ഉണ്ടാവില്ല. ഇതിനു വേണ്ടിയിട്ടാണോ ഇവന് തീറ്റയും കൊടുത്ത് ഇത്രയും നാൾ ഇവർ നീട്ടി വെച്ചുകൊണ്ടിരുന്നേ ആണെന്നാണോ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ അമീറുൽ ഇസ്ലാമിന് ശിക്ഷ ഇളവ് നൽകാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പഠിച്ച് റിപ്പോർട്ട് നൽകാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പ് ഈ ശിക്ഷ പഠിച്ച് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണല്ലോ ഒരു കേസ് നടത്തിയ അല്ലേ? പഠിക്കാണ്ടൊന്നുമില്ലല്ലോ. ഈ വക്കീലുമാരായാലും ഈ ജഡ്ജിമാരായാലും ഈ മജിസ്ട്രേറ്റും കോടതിയും പോലീസുകാരും എല്ലാവരും ഇത് പഠിച്ചതിന് ശേഷമല്ലേ അവനെ വിധി പറഞ്ഞ് അവനാണ് കൊന്ന എന്ന് പറഞ്ഞ് അവനെ വിധിച്ചത്. പിന്നെ ഇനി എന്തോന്ന് പഠിക്കാനായി ഈ തലപ്പത്തിയിലിരിക്കുന്ന ഈ ജുഡീഷ്യൻ മജിസ്ട്രേറ്റും കോടതിയും പോലീസും വക്കീലുമാരും ഒക്കെ എന്തൂട്ട് പോലീസുമാരാ ഇവരൊക്കെ? ഒരു കൊച്ചിനെ കൊന്നിട്ട് എത്ര കാലമായി? അവൻ പുറത്തല്ലാന്നുള്ളേ ഉള്ളൂ, അവൻ അതിൻ്റെ ഉള്ളിൽ ജീവിച്ചുകൊണ്ടിരിക്കല്ലേ. പക്ഷെ എൻ്റെ കുഞ്ഞിൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ പുറത്ത് നടക്കണം. എൻ്റെ കൊച്ചിനെ കൊന്ന അതിൽ ഒരാളെങ്കിലും എൻ്റെ കൊച്ചിനെ കൊന്നവനെ കൊല്ലണം. അവനെ കൊന്ന് അവൻ മരിച്ചെന്ന് എനിക്ക് ബോധ്യം വരണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ രാവും പകലും കാത്തിരിക്കുന്നത്. അല്ലാണ്ട് ഇനി ഇത്രയും നാളും അവർ പഠിച്ചു, മജിസ്ട്രേറ്റായാലും പോലീസായാലും വക്കീലുമാരായാലും ഇവരിതെല്ലാം പഠിച്ചിട്ടാണ് ഈ പ്രതി ഇവനാണ് പ്രതി എന്നും പറഞ്ഞ് തൂക്കിക്കൊല്ലാൻ വിധിച്ചത്. 2 തവണ അവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ച ഇപ്പൊ അവനല്ല എന്നും പറഞ്ഞ് ഇനിയിപ്പൊ വീണ്ടും ഒന്നോടെ പഠിക്കാൻ ജുഡീഷ്യൻ മജിസ്ട്രേറ്റിന് ഇനി ഒന്നോടെ പഠിക്കണേ എന്തോന്നാ? പിന്നെ എന്ത് മജിസ്ട്രേറ്റ് അവിടെ ഇരിക്കുന്ന കോടതിയിൽ? എന്ത് പോലീസാ, എന്ത് വക്കീലുമാരാ? ഇവരൊന്നും പഠിച്ചിട്ടല്ലേ ഇത് ചെയ്തേ? എനിക്കിത് പറ്റില്ല. പക്ഷെ ഇങ്ങനെ പറയുന്നവർ ഇനി പഠിക്കണം എന്ന് പറഞ്ഞാൽ ഇനി അവർ പഠിക്കണ്ട. ഇനി ആരും പഠിച്ചിട്ട് ചെയ്യാൻ നിൽക്കണ്ട. തൂക്കിക്കൊല്ലുക തന്നെ ചെയ്യണം. അവനെ തൂക്കിക്കൊല്ലണം. എൻ്റെ കൊച്ചു തിന്ന വേദന അവർ തിന്നണം. ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കണം. ഈ ലോകത്തുള്ള എല്ലാ അമ്മ പെൺകുഞ്ഞുങ്ങൾക്കും നേരം വിളിക്കുമ്പോൾ എല്ലാവരും ജോലിക്ക് പോകുന്ന, നേരം വിളിക്കുമ്പോൾ എല്ലാവരും വീടുകളും മക്കളെയും കുഞ്ഞുങ്ങളെയും കണ്ടിറങ്ങുന്ന, അമ്മ വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാ വീടുകളും നിരന്തരം കുഞ്ഞുങ്ങളും മരിക്കണു, ഭാര്യമാരും മരിക്കണു. ഇങ്ങനെയായ ആർക്കും നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഈ കൊലപാതകം നമ്മുടെ നാട്ടിൽ കേരള ഇന്ത്യക്കകത്ത് തന്നെ ഇല്ലാണ്ടാക്കി തീർത്ത് കളയണം എന്നാണ്. ഒരു കൊലപാതകനെ കൊന്ന നാളെ കൊലപാതകം ഉണ്ടാവില്ല. ഇവരൊക്കെ ഇത് പഠിച്ചിട്ടാണ് പോലീസും വക്കീലുമാരും ജുഡീഷ്യനും ഇതെല്ലാം പഠിച്ചിട്ട് തന്നെയാണ് ഇവർ കേസ് വിധി എഴുതിയത്. ഇപ്പൊ ഇനി ഒന്നോടെ ജുഡീഷ്യനും മജിസ്ട്രേറ്റും കോടതിയും പോലീസും ഇനി ഒന്നോടെ പഠിച്ചിട്ട് ഇവനെ ഇനി വേറൊരു വിധി എഴുതാൻ പറ്റില്ല. അത് ഞാൻ സമ്മതിക്കില്ല. എൻ്റെ കൊച്ചിനെ കൊന്നവനെ കൊല്ലണം. ഇവരിതെല്ലാം അറിഞ്ഞ് അവനാണ് കൊന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവനെ വിധിച്ചത്. 2 തവണ അവനെ തൂക്കിക്കൊല്ലാൻ എത്രയും വേഗം തൂക്കിക്കൊല്ലണമെന്നും പറഞ്ഞാണ് അവനെ വിധിച്ചത്. ഇപ്പൊ ജുഡീഷ്യനും മറ്റുള്ളവർക്കൊക്കെ ഒന്നോടെ പഠിച്ചിട്ട് ഇനി കേസ് ഒന്നോടെ തെളിയിക്കണം എന്ന് പറഞ്ഞാൽ നടക്കണ കേസിട്ടല്ല. അത് ശരിയാവൂല. അത് കള്ളത്തര, അത് തനി കള്ളത്തര.